ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നീ ചിത്രങ്ങൾ 7th ഡേയിൽ ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാം. അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിൽ എത്തിയ സിനിമകളായിരുന്നല്ലോ ആവേശം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകൾ 7th ഡേയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ബുധനാഴ്ച ഈ ഒരു ചിത്രത്തിൽ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് കണ്ടോ നിങ്ങൾ? ബുക്ക് മൈ ഷോ ആപ്പിലൂടെ ഞാൻ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദേശം 1:15 1:30 ഇടയിലാണ്. അപ്പോഴേക്കും ബുക്ക് മൈ ഷോ ആപ്പിലൂടെ അവസാനത്തെ ഒരു മണിക്കൂറിൽ 7000 മുകളിൽ ടിക്കറ്റ്സുകളാണ് ആവേശം എന്ന ചിത്രത്തിൻ്റെത് സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. സിനിമ വേറെ ലെവലിൽ കൊളുത്തിരിക്കുകയാണ്. ഇനി വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ സ്റ്റാറ്റസ് നോക്കാം. അവസാനത്തെ ഒരു മണിക്കൂറിൽ 4000 മുകളിൽ ടിക്കറ്റ്സുകൾ മാത്രമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിൻ്റെത് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഡബിൾ മാർജിനിലാണ് ആവേശം എന്ന് പറയുന്ന സിനിമ തൂക്കിക്കൊണ്ടിരിക്കുന്നത്. ആവേശം എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിന്റെ പൂണ്ട് വിളയാട്ടം തന്നെയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രം ഒരു മൾട്ടി സ്റ്റാർ ചിത്രമാണ്. വിനീത് ശ്രീനിവാസന്റെ ഡയറക്ഷൻ, ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ തന്നെ പ്രണവ് മോഹൻലാൽ, ബേസിൽ ജോസഫ്, അജു വർഗീസ്, സൂപ്പർ താരം നിവിൻ പോളി എന്നീ താരങ്ങളൊക്കെ ഉണ്ടായിട്ടും ആവേശം എന്ന ചിത്രത്തിനെ ബീറ്റ് ചെയ്യാൻ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് ഇതുവരെയും ബോക്സ് ഓഫീസിൽ സാധിച്ചിട്ടില്ല. ഇനി ആവേശം എന്ന ചിത്രത്തിന് വേൾഡ് വൈഡ് കളക്ഷനിൽ മറികടക്കാൻ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന് സാധിക്കുമോ? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.